നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2025 നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 243 സീറ്റുകളുള്ള ബീഹാറിലേക്കുള്ള തെരഞ്ഞെടുപ്പ് BJPയുടെ വാട്ടർലൂ ആയിരിക്കും എന്ന് തന്നെയാണ് RJD നേതാവായ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണങ്ങൾ ഏറെയാണ്. ഐക്യ ജനതാദൾ തകരുന്നതോടുകൂടി BJP ബീഹാറിൽ ആധിപത്യം സ്ഥാപിക്കും എന്ന് വിചാരിച്ചാണ് അവർ പ്രയത്നിക്കുന്നത്. സ്വാഭാവികമായും ഐക്യ ജനതാദൾ തകർന്നു പോകാനുള്ള എല്ലാ സാധ്യതയും NDAയുടെ കൂടെ നിന്നാൽ ഉണ്ട്. അവർക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും ഒടുവിലത്തെ വഴി ഇപ്പോഴും ഞങ്ങളുടെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്നു, അവർക്ക് വേണമെങ്കിൽ കക്ഷി ചേരാമെന്നതാണ്. എന്നാൽ നിതീഷ് കുമാർ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കാലാകാലങ്ങളിലായി അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇടക്കാലത്ത് സ്വന്തം പാർട്ടിയെ തകർക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് നിതീഷ് RJDക്കൊപ്പം കൂട്ടുകൂടി വീണ്ടും സർക്കാർ രൂപീകരിച്ചത്. RJDക്ക് കൂടുതൽ MLAമാരുണ്ടായിട്ടും നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയം കൊണ്ടോ അദ്ദേഹത്തിന് മേൽക്കോയ്മ ഉള്ളത് കൊണ്ടോ അല്ല. ഒരു കോമൺ മിനിമം പദ്ധതി എന്ന രീതിയിൽ സംഘപരിവാറിനെ അകറ്റി നിർത്താൻ വേണ്ടി മാത്രം ചെയ്തതാണ്. എന്നാൽ നിതീഷ് സ്വയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. സെൽഫ് ഡിസ്ട്രക്റ്റീവാണ് അദ്ദേഹത്തിൻ്റെ രീതികൾ. RJDയും കോൺഗ്രസും ഏകപക്ഷീയമായി ബീഹാറിൽ ജയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനയ്യകുമാർ യുവത്വത്തെ വലിയ രീതിയിൽ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു എന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പോയാലും 100-ൽ കുറയാതെ സീറ്റ് RJDക്ക് കിട്ടുമെന്നാണ് തേജസ്വിയുടെ അവകാശവാദം. ഒരിക്കലും ചിരാഗും ഐക്യ ജനതാദളും തമ്മിൽ യോജിച്ച് പോകില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദളിനെ തകർത്തെറിയാൻ BJP കാത്തു സൂക്ഷിച്ച രഹസ്യ ആയുധമായിരുന്നു ചിരാഗ് പാസ്വാൻ. ആ രഹസ്യായുധം വീണ്ടും പുറത്തെടുക്കും. ചിരാഗിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനതാദൾ തകരുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ബീഹാറിൽ BJP ഭരിക്കുകയും LJPയും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും സഖ്യകക്ഷികളാകണം എന്നതുമാണ് നരേന്ദ്രമോദി ചിരാഗ് പാസ്വാൻ നേതൃത്വത്തിൻ്റെ ആവശ്യം. നിലവിൽ 5 MPമാരുള്ള LJPയുടെ ആവശ്യം ഐക്യ ജനതാദളിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ്. ഇത് രാഷ്ട്രീയത്തിൽ ഏറെ നാളായി നിൽക്കുന്ന തങ്ങൾക്ക് നന്നായി ബോധ്യമുള്ള കാര്യമാണ്. ചിരാഗിനെ സംബന്ധിച്ചിടത്തോളം 1-ാം നമ്പർ ശത്രു എന്നത് നിതീഷ് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ്. കൂടെ നിൽക്കുന്നവരെ തകർക്കുന്ന രാഷ്ട്രീയം BJP എല്ലാ കാലത്തും പയറ്റും. മഹാരാഷ്ട്രയിൽ സംഭവിച്ചതും അതുതന്നെയാണ്. ഏകനാഥ് ഷിൻഡെ ഇപ്പോൾ ആരായി? അതുതന്നെയായിരിക്കും നിതീഷിൻ്റെ അവസ്ഥയും. നിതീഷിനെ കൊണ്ട് വലിയ തോതിൽ ഇത്തരത്തിലുള്ള പരാക്രമങ്ങൾ, അതായത് RJDക്ക് നേരെയുള്ള കലാപാഹ്വാനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിൻ്റെ തുടക്കം തന്നെയാണ്. നിതീഷിനെ കൊണ്ട് പരമാവധി BJPയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, അതിനുശേഷം കരിവേപ്പല പോലെ വലിച്ചെറിയുക. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ തേജസ്വി പറഞ്ഞിരിക്കുന്നത്.